ഇന്ന് കുറച്ച് ചെടിയുടെ കെയറൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന്, ഷോർട്സ് അല്ലാതെ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തുടങ്ങുന്നത്. അപ്പം ഇത് ഞാൻ ആദ്യം ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ വോയിസ് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പോകുമായിരുന്നു. അപ്പോൾ എന്തോ വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ നടുന്ന ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ പറയാം, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇടുന്ന വളം DAP ആണ്. അപ്പോൾ ഇത് ഞാൻ 2-3 ദിവസമായി ഇടാൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ കുറച്ചെണ്ണത്തിനേ ആയിട്ടുള്ളൂ. ആദ്യം ഇട്ടതിനൊക്കെ ചെറിയ വ്യത്യാസം വരാവുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 5-6 ആദ്യം ഇട്ടു. അപ്പോൾ അതിനൊക്കെ തളിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ച് വെച്ചതായിരുന്നു. ഒരു പൂവിടുന്ന മഴ കുറഞ്ഞ സമയത്ത് തന്നെ പൂവിടാൻ വേണ്ടിയിട്ട് ബൊഗൺവില്ലയെല്ലാം കട്ട് ചെയ്തിട്ട് വളമിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ച് അന്നേരം വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷേ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ, വളവും വാങ്ങിച്ചു വെച്ചു, പക്ഷേ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈയിടെ പൂക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒന്നിട്ടു. അപ്പോൾ തന്നെ ചെടിക്കൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം പുതിയ തളിപ്പ് കഴിഞ്ഞപ്പോഴത്തേന് പുതിയ തളിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാത്തിനും ഇടാമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്തായിരുന്നു. അപ്പോൾ ആ മഴ പെയ്തപ്പോൾ ഞാൻ ഇപ്പോഴത്തെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളം പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്. പുറത്ത് അപ്പം ഇടാനൊരു സൗകര്യമാണല്ലോ, അന്നേരം എടുത്തിടാം. ഒരു പാക്കറ്റുള്ളത് 1 കിലോയുടെ എങ്ങാണ്ടോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, 1 കിലോ. അപ്പോൾ എനിക്കത് ഒരു പ്രാവശ്യത്തിന് എല്ലാത്തിനും ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് തീരും. അപ്പോൾ അത്ര തന്നെയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുപ്പിയിലോട്ടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിച്ച കൂടി തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മഴ പെയ്തിട്ട് മഴ നനയുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ചെറുതായിട്ട് അലക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴയും കൂടെ പെയ്തപ്പോൾ തന്നെ അത് കൂടുതൽ അലിഞ്ഞു. ഇച്ചിരി കുഴമ്പ് പോലെ അങ്ങനെയായിരിക്കുന്നത്. അപ്പം കറക്റ്റ് അളവിനൊന്നും ഇടാൻ പറ്റുന്നില്ല. ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചട്ടി മാറ്റാനുള്ളതാണ്. ഇനി ഞാൻ വാങ്ങിച്ചപ്പം ഉണ്ടായിരുന്ന ചട്ടി തന്നെ ഇപ്പോൾ ഉള്ളത്. ഇനിയൊന്നും കമ്പ് കട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ പുതിയ ഇനത്തിൽപ്പെടുന്നത്. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 10-15 കളർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാത്തിനും എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയിട്ടില്ല. മിക്കവാറും ഞാൻ കാണുന്ന വ്യത്യാസമുള്ള കളറുകളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇപ്പം വന്നിരിക്കുന്ന പുതിയ കുറേ എണ്ണത്തിൽ കുറച്ച് പൈസ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ അധികം വാങ്ങിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു 2 എണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. 2 ഷെയ്ഡിൽ പുതിയ ഷെയ്ഡൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാം ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എന്നാണെങ്കിലും ഒരു വ്യത്യാസത്തിലുള്ളൊരു 10-15 എണ്ണം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കളറിൻ്റെ ഷെയ്ഡ് വ്യത്യാസത്തിൽ തന്നെ വരുമല്ലോ, പല കളറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു 10-15 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ എല്ലാത്തിനും വളമിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നത്. അപ്പം ഞാൻ ഗേറ്റിൻ്റെ അവിടെ തൊട്ട് തുടങ്ങി വളമിട്ട്. ഇപ്പം കുറച്ച് വീടിൻ്റെ അടുത്തോട്ട് എത്താറായിട്ടുണ്ട്. അങ്ങനെ പകുതി വരെയെങ്കിലും ആയിട്ടുണ്ട് ഇന്നത്തേന് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി കൂടുതൽ ഞാൻ വളമിട്ടത്. ഇന്ന് ഇച്ചിരി രാവിലെ ഒരു ഉച്ചയ്ക്ക് 10-11 മണിക്ക് ഞാൻ കുറച്ചെണ്ണത്തിന് ഇട്ടായിരുന്നു. വൈകുന്നേരം തന്നെ ഇടാമെന്ന് വെച്ചുകൊണ്ടിരുന്നാൽ നടക്കില്ല എല്ലാ പണിയും കൂടെ. ഇനി വെള്ളം ഒഴിക്കാൻ എനിക്ക് ഏകദേശം 1 മണിക്കൂറോളം എടുക്കുന്നുണ്ട്, എല്ലാത്തിനും ഒന്ന് നനച്ച് വരുമ്പോഴത്തേന്. അപ്പോൾ എല്ലാ പണിയും കൂടെ ആ വൈകുന്നേരത്തേന് നടക്കില്ല. പിന്നെ കുറച്ച് ചെടി വാങ്ങിച്ചും വെച്ചിട്ടുണ്ട് ഇനി നടാനുള്ളത്, ഒരു കൊങ്ങിനിടത്. അപ്പോൾ എനിക്കിപ്പം ചുവപ്പും മഞ്ഞയും വാങ്ങിച്ചു കഴിഞ്ഞപ്പം വേറെ കണ്ടപ്പോഴും അത് വാങ്ങിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു 5 എണ്ണം അതിൻ്റെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ഓഫ് വൈറ്റ് പോലത്തത്, പ്യുവർ വെള്ള അങ്ങനെയല്ല, അതിന് പക്ഷേ നടുക്കായിട്ടൊരു മഞ്ഞയും കൂടെ വരുന്ന പോലത്തത്. അപ്പോൾ ഓഫ് വൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കളറ്. അപ്പോൾ അതിന് പൂവൊന്നും ഇപ്പം ഇല്ല. ഞാൻ ചട്ടിയിലോട്ട് മാറ്റി ഇടണം. പൂവായി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. അപ്പോൾ അതും പിന്നെ ചെത്തിയാണ് വാങ്ങിച്ചിരുന്നത്. ചെത്തി ചട്ടിയിലോട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ഇന്ന് ഇറങ്ങിയപ്പോൾ അത് 2 എണ്ണം ആദ്യം ചെയ്തായിരുന്നു. കൊങ്ങിണി മാറ്റാനും ഇതൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അപ്പം മണ്ണൊക്കെ ഞാൻ നേരത്തെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വളമൊക്കെ മിക്സ് ചെയ്ത് ചാണകമൊക്കെ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ നടാനും തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ഞാൻ നടാനിരിക്കുന്ന സമയത്ത് ജൂഡിയൻ റായി ഇച്ചിരി ബഹളാക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് അവരെ പുറത്ത് വിട്ടിട്ട് ആട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം പുറത്തിറക്കി വിട്ടു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തിറക്കി വിട്ട് അവരെയും കൂടെ നോക്കിയില്ലെങ്കിൽ അത് മതിലിയാടിപ്പോൾ മതിലിന് ഹൈറ്റ് കുറഞ്ഞെടുത്തുനിന്ന് ചിലപ്പോൾ അവൾ ചാടും. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ ചെടി നടാൻ നിന്നില്ല, അവളുടെ കൂടെ നിന്നു. പിന്നെ അവരെ കയറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി വളമിടാനൊക്കെ ആയിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ചെടിയൊക്കെ ഞാൻ തണുപ്പുള്ള സ്ഥലത്ത് വളരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. ഇപ്പോൾ നഴ്സറി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അതിനൊരു ചുവന്ന പൂ വരുന്ന ബോട്ടിൽ വൃക്ഷം അങ്ങനെ എന്തോ പേരെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. വേറെ എന്തെങ്കിലും ആണോയെന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഇച്ചിരി മരമാകുന്നതാണ്. ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടിയുടെ ഷേപ്പൊക്കെ ഇപ്പോൾ മാറി. തെങ്ങിൻ്റെ ചോട്ടിലാണ് ചട്ടി വെച്ചിരുന്നത്. അപ്പം ഓരോ പ്രാവശ്യം തേങ്ങ വീഴുമ്പോഴെല്ലാം ചട്ടി പൊട്ടുന്നുണ്ട്. അപ്പോൾ മൺചട്ടി ആയാലും ഇതാ പ്രശ്നം. കറക്റ്റ് ഒരേ ലെവലിൽ എല്ലായിടത്തും വെച്ച് പോകണമെന്ന് വിചാരിച്ച് തെങ്ങിൻ്റെ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ
തേങ്ങ വീണ് എല്ലാത്തിൻ്റെയും പൊട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറിക്കുന്ന സമയത്താണ്, തേങ്ങ ഇടുന്ന സമയത്താണ് മാറ്റി വെക്കും. അപ്പോൾ അല്ലാതെയൊക്കെ ഇപ്പം പൊഴിഞ്ഞു വീഴുന്നതൊക്കെ ആണെങ്കിൽ ചിലപ്പം ചട്ടിയാൽ വീണു, ഓല വീഴുന്നു, അങ്ങനെയൊക്കെ കുറേ ചട്ടി പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പകുതി ചട്ടിയുടെ ഒരു സൈഡൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പ്ലാസ്റ്റിക്കിനാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അതിൻ്റെത് പിന്നെ വെയിൽ കൊണ്ടിട്ടുള്ള പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വളം അല്ലാണ്ട് പിന്നെ ഇടുന്നത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് മിക്കവാറും ഒഴിക്കാറുണ്ട്. മഴ സമയത്തല്ലാത്തപ്പോൾ എല്ലാം കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അത് പുളിപ്പിച്ചിട്ട് കുറേശ്ശെ ഒഴിക്കുന്നുണ്ട്, നേർപ്പിച്ചിട്ട്. പിന്നെ ഇപ്പം പാലിൻ്റെയൊക്കെ ബാക്കി വരുന്നത് അത് ഇച്ചിരി വെള്ളം നേർപ്പിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ മോരിൻ്റെതും കേടായതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ വളമാണ് ചെയ്യുന്നത്. വളത്തിൻ്റെ ഞാൻ കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം നഴ്സറി കയറുമ്പോഴൊക്കെ കുറച്ചൊക്കെ വളമൊക്കെ വാങ്ങിച്ച് വെക്കും. പക്ഷേ ഇടാവുന്ന കാര്യം മാത്രം കുറച്ച് ലേറ്റായി പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്രാവശ്യം പച്ചക്കറിയും കൂടെ കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വഴുതനയുടെയും തക്കാളിയുടെയൊക്കെ തൈ വാങ്ങിച്ച് വെച്ചു, പച്ചമുളകും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി നടണം. അപ്പോൾ ഇന്നത്തേനെല്ലാം കൂടെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എല്ലാത്തിനൂടെ ടൈം ശരിയായില്ല. അപ്പോൾ ഇനി നാളെ അതൊക്കെ ഒന്ന് ശരിയാക്കണം. ചാണകം കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നട്ട ചെടി മാത്രമാകാതെ കുറച്ച് പച്ചക്കറിയും നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം അത്യാവശ്യം നേരത്തെ നട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും നട്ടിട്ടുണ്ട് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം നട്ടതൊന്നും ശരിയായിട്ടില്ല. ഞാൻ കൊണ്ട വെച്ചിട്ട് നടാൻ ലേറ്റായി പോകുന്നതുകൊണ്ട് ഈ കൂടക്കകത്തിരുന്ന് തന്നെ എല്ലാം ചെടി പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ആണെങ്കിലും നട്ട് വെക്കണം. ഇപ്പം അത് വാങ്ങിച്ചിട്ട് ഒരാഴ്ചയായി, ഇതുവരെ നട്ടിട്ടില്ല. എനിക്ക് റോസ് ആദ്യം പിടിച്ച് കിട്ടാത്തത്. റോസ് ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നട്ടതിൽ മൂന്നാലെണ്ണം ഉണ്ട്, മൂന്നാലഞ്ചെണ്ണം ഉണ്ട്. അത് പൂവായിട്ട് പോകാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഒരു നല്ല ശക്തിയിലല്ല, ഒരെണ്ണത്തിന് മാത്രം നല്ലപോലെ നിൽക്കുന്നുണ്ട്, ബാക്കിയെല്ലാം അത്ര ശക്തിയില്ലാതെ പോകുമോ എന്നുള്ളൊരു പേടിയിൽ നിൽക്കുന്ന പോലെ ഇരിക്കുന്നു. അങ്ങനെയുള്ളൂ. കടലാസിയുടെ ഈ ബൊഗെയിൻവില്ലയൊന്നും വലിയ കുഴപ്പമില്ല, അത് തണ്ട് മാറ്റി നട്ടിട്ടാണേലും ഒരുപാടെണ്ണം ആകുന്നുണ്ട്. ബാക്കി റോസിന് എനിക്ക് ഇച്ചിരി പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. വെയിലിൻ്റെയൊക്കെ കുറവാണോ എന്നാന്നറിയത്തില്ല. വെയിൽ എല്ലാ സ്ഥലത്തും കിട്ടത്തില്ല, മരം ഉള്ളതുകൊണ്ട്. മാവും തെങ്ങും ഒക്കെ ഉണ്ട് സൈഡ് വഴി, അപ്പം അതുകൊണ്ട് പ്ലാവും ഉണ്ട്. അങ്ങനെ ഇപ്പം വലിയ ഷെയ്ഡ് വരുന്നതായതുകൊണ്ടായിരിക്കും അധികം പിടിക്കാത്തതെന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ പിള്ളേരെ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ ചെടിയൊക്കെ നല്ല ഭംഗിയിൽ പൂവിട്ട് അങ്ങനെ കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ. ഇച്ചിരിയൊക്കെ ശ്രദ്ധ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം കാണാം. അപ്പം ഞാൻ എൻ്റെ ശ്രദ്ധ കുറഞ്ഞു പോയതിൻ്റെ വ്യത്യാസമൊക്കെ കാണാനുണ്ട്. എനിക്കപ്പോൾ കറക്റ്റ് ടൈമിലൊന്നും നോക്കാനോ വളമിടാനോ ഒന്നും പറ്റുന്നില്ല. ഇപ്പം കുറേ കാടൊക്കെ കയറിയൊക്കെ നിൽക്കുന്നത്. ഇപ്പം അതെല്ലാം ഒന്ന് ഒരു ലെവലാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഓരോ ദിവസമായിട്ടൊന്ന് ചെയ്ത് വരണമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ കുറേയൊക്കെ ചെടി ടെറസിൽ വെച്ചിട്ടുണ്ട്. ആ കൊങ്ങിണിയുടെയൊക്കെ ടെറസല്ല വെച്ചിരിക്കുന്നത്. ആ ടെറസിലൊരു ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യണം, ഇച്ചിരി വൃത്തിക്ക് നല്ല ഭംഗിക്ക് ആക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇടയ്ക്ക് കുറച്ച് തേങ്ങയുടെയൊക്കെ പണിയുള്ളതുകൊണ്ട് ചിരട്ട അങ്ങനെയൊക്കെ കൊണ്ട് ടെറസിൽ കിടക്കുന്നത് അതെല്ലാം മാറ്റിയൊന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ കൂടെ ഒന്ന് നല്ലൊരു ചെറിയൊരു ഗാർഡൻ ആക്കണമെന്നുണ്ട്. ഈ വെള്ളം ഒഴിക്കുന്നത് ഏകദേശം 1 മണിക്കൂറത്തെ പണിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ലൈറ്റൊക്കെ കുറയും, ഈ സന്ധ്യയാവും മിക്കവാറും. അപ്പോൾ കുറച്ച് സമയത്തിനുള്ള വെട്ടമേ കാണുള്ളൂ. വെള്ളം ഒഴിച്ച് വരുമ്പോഴത്തേന് ഇരുട്ടാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റായി പോയി ഇറങ്ങാനായിട്ട്. ചില ദിവസം ഞാൻ രാവിലെ ഒഴിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1-2 മഴ പെയ്താലും ചട്ടിയിലൊന്നും അധികം വെള്ളം നിൽക്കുന്ന പോലെ അങ്ങനെ ഒരു മഴ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചട്ടിയിലുള്ളത് ഇച്ചിരി വെയിൽ വരുമ്പോഴത്തേന് വേഗം വാടാൻ തുടങ്ങുന്നുണ്ട്. ചിലതിനൊക്കെ മണ്ണ് കുറവായിരിക്കും, മണ്ണൊക്കെ മാറ്റാനുണ്ട്. അത് വേര് നിറഞ്ഞിരിക്കുന്നതൊക്കെ വേഗം ചിലപ്പം വാടും. അപ്പോൾ അതുകൊണ്ട് നല്ല ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല, വാടും. മതിൽ ഫുള്ള് കടലാസേടി വെക്കണമെന്ന്, അപ്പോൾ 2-3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. കടലാസേടി തന്നെ മതിലേ വെച്ചിരിക്കുന്നത്. ഇനി ഗേറ്റിൻ്റെ അടുത്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, മതിലയിലൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ചെടി വെക്കണം. ഇപ്പം ഞാൻ കുറച്ച് സ്പൈഡർ പ്ലാന്റിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ല, വെക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഫുള്ള് ഇപ്പോൾ ക്ലിയറായിട്ട് നല്ല ഭംഗി നിൽക്കുന്നതിൻ്റെ ഇട്ടില്ല. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓസെല്ലാം എടുത്തൊന്ന് സൈഡിലോട്ട് മാറ്റിയിട്ടിട്ട് വേണം രാവിലെ വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ. സൈഡിൽ ഒതുക്കിയിട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആ പണി അങ്ങ് ചെയ്ത് തീർത്താൽ വൃത്തിക്കിരിക്കുമല്ലോ. ഇരുട്ടാൻ തുടങ്ങി. ഇനി ഫ്രണ്ടിൽ ഇത്രയും വെള്ളം ഒഴിക്കാനുണ്ട്. ഇപ്പം അന്ന് മഴ കഴിഞ്ഞ് പിന്നെ കൊന്നയുടെ പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിഷു ആകുമ്പോഴത്തേനും ഉണ്ടാവുമോ എന്നറിയത്തില്ല. ഈ 2 ചെടിയാണ് ഞാൻ മാറ്റി നട്ടത്, ഒരു കൊങ്ങിണിയുടേതും പിന്നെ ഈ ചെത്തി മാറ്റി നട്ടു.
അപ്പോൾ ഇനി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.